പശ്ചിമാഫ്രിക്കയിലെ ഘാന ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിരുന്ന കോഫി അന്നന്റെ നാടാണ്. അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. ഐവറി കോസ്റ്റും ബർക്കിന ഫാസോയുമാണ് ഘാനയുടെ അയൽരാജ്യങ്ങൾ. കേരളത്തിൻ്റെ 6 ഇരട്ടി വലുപ്പമുള്ള ഈ രാജ്യത്തിൽ 3 കോടി ജനങ്ങൾ താമസിക്കുന്നു. പണ്ടുകാലത്ത് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഈ രാജ്യം കോളനിവൽക്കരിച്ചിരുന്നു. ഇംഗ്ലീഷുകാരുടെ സ്വാധീനം ഘാനയിൽ വ്യാപകമായി പ്രകടമാണ്. എല്ലാവരും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്നു. ഘാനയിലെ ജനങ്ങൾ കൂടുതലും ക്രിസ്ത്യാനികളാണ്. 71% ക്രിസ്ത്യാനികളാണ്. ജനങ്ങളിൽ 5 ഭാഗം മുസ്ലിങ്ങളുമുണ്ട്. രാഷ്ട്രീയമായ സ്ഥിരതയും ജനാധിപത്യവും മികച്ച പുരോഗതിയും ഉള്ള ഒരു രാജ്യമായി ഘാനയെ കണക്കാക്കുന്നു. ആരോഗ്യമേഖലയിലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലും സാമ്പത്തിക വളർച്ചയിലും ഘാന മുന്നിട്ട് നിൽക്കുന്നു. അന്തർദേശീയ കാര്യങ്ങളിൽ മുൻകൈയെടുക്കുന്ന ഒരു രാജ്യമായി ഘാന അറിയപ്പെടുന്നു. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെയും കോമൺവെൽത്ത് പ്രസ്ഥാനത്തിൻ്റെയും സ്ഥാപക അംഗമാണ് ഘാന. ഇപ്പോൾ ഡിജിറ്റൽ എക്കണോമിയിൽ വളരെ ഫോർവേഡാണ് ഈ രാജ്യം. ഉയർന്ന ക്വാളിറ്റിയുള്ള കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ ഇലക്ട്രിക് കാറുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും കയറ്റുമതി ചെയ്യുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം കയറ്റുമതി ചെയ്യുന്ന 7ാമത്തെ രാജ്യം ഘാനയാണ്. അതിനു പുറമെ വെള്ളിയും മര ഉൽപ്പന്നങ്ങളും വജ്രവും ബോക്സൈറ്റും മാംഗനീസും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ടൂറിസം മേഖലയിലും നല്ല വളർച്ചയുണ്ട്. ഒരു വർഷം 10 ലക്ഷം ടൂറിസ്റ്റുകൾ ഘാന കാണുവാൻ വേണ്ടി വരുന്നു. അമേരിക്കക്കാരും യൂറോപ്യൻസുമാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ. വെള്ളച്ചാട്ടങ്ങളും കടൽത്തീരങ്ങളും ഗുഹകളും മലനിരകളും മനോഹരമായ നദികളും തടാകങ്ങളും ഘാനയെ ആകർഷണീയമാക്കി മാറ്റിയിരിക്കുന്നു. അടുത്ത കാലത്തായി ധാരാളം ചൈനക്കാരും ഇന്ത്യക്കാരും മലേഷ്യക്കാരും ഘാനയിൽ താമസമാക്കിയിട്ടുണ്ട്. ചൂടുള്ള കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന യൂറോപ്യൻസും ഇവിടെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഘാനയിലെ ഭക്ഷണം ഇന്ത്യൻ ഭക്ഷണവുമായി സാദൃശ്യമുള്ളതാണ്. ചോറും മത്സ്യവും ഇറച്ചിക്കറിയും പച്ചക്കറികളുമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഘാനയുടെ തലസ്ഥാനമായ അക്ര മനോഹരമായ ബ്രിട്ടീഷ് കെട്ടിടങ്ങളും വീതിയേറിയ റോഡുകളുമുള്ള ഒരു നഗരമാണ്. 50 ലക്ഷം ജനങ്ങൾ ഈ നഗരത്തിൽ താമസിക്കുന്നു. നോബിൾ ഹൗസ് റെസ്റ്റോറൻറ്റ് മികച്ച ഇന്ത്യൻ വിഭവങ്ങളും ചൈനീസ് വിഭവങ്ങളും നൽകുന്നു. അതുപോലെ ലാ ടൻഡേ റെസ്റ്റോറൻറ്റ് ഒരു പഴയ വിമാനത്തിൻ്റെ അകത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രാദേശികമായ ഘാനിയൻ വിഭവങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്.